ഷാൻചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? പുറം പച്ചക്കുഴൽ, അകം വെള്ളിത്തകിട്. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഇതളുകളിലുള്ളത് രാജാക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ SPC കേഡറ്റ്സ് ആയ കുറേ കൂട്ടുകാരാണ്. അവരുടെ പരിപാടികൾ കേൾക്കാം. ആൻമരിയ ബെന്നി പാടുന്ന ഒരു ലളിതഗാനം കേട്ടാലോ? ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുക ആയിരുന്നു. ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുക ആയിരുന്നു. മാമ്പൂ മണമോറും രാവിലിൻ ചാരത്ത് മേദിനി വെണ്ണിലവൊരുങ്ങി വന്നു. മാമ്പൂ മണമോറും രാവിലിൻ ചാരത്ത് മേദിനി വെണ്ണിലവൊരുങ്ങി വന്നു. ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുക ആയിരുന്നു. ഗഗനചാരികൾ സ്വർഗഗന്ധർവവധുക്കൾ കവിത കൊണ്ടാകാശമലങ്കരിച്ചു. ഗഗനചാരികൾ സ്വർഗഗന്ധർവവധുക്കൾ കവിത കൊണ്ടാകാശം അലങ്കരിച്ചു. മഞ്ഞണിക്കരിമ്പു വീണൊടിയും വരെ കാമൻ മനസ്സിനെ ശരമീതു നിറച്ചു. മഞ്ഞണിക്കരിമ്പു വീണൊടിയും വരെ കാമൻ മനസ്സിനെ ശരമീതു നിറച്ചു. ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുകയായിരുന്നു. മുല്ലമൊട്ടുകൾ മണം ചിന്നും ചിരിയുമായി പാതിരക്കാറ്റിനെ സ്വീകരിച്ചു. മുല്ലമൊട്ടുകൾ മണം ചിന്നും ചിരിയുമായി പാതിരക്കാറ്റിനെ സ്വീകരിച്ചു. കാമന്റെ കഥകളിൽ വശം കെട്ട വെണ്ണിലാവിരവിലെ വിളക്കൂതിയണച്ചു. കാമന്റെ കഥകളിൽ വശം കെട്ട വെണ്ണിലാവിരവിലെ വിളക്കൂതിയണച്ചു. ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുകയായിരുന്നു. ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുകയായിരുന്നു. ഇനിയൊരു ഉറുദു ഗസൽ കേൾക്കാം. പാടുന്നത് ദിയ ദിനു ആണ് കേട്ടോ. ഇത് സിന്ദഗി കാ ജനാസ ഉടേഗാ. ഇത് സിന്ദഗി കാ ജനാസ ഉടേഗാ. ഉദർ സിന്ദഗി ഉൻകി दुल्हन बनेगी. क़यामत से पहले क़यामत से यारा मेरे सामने मेरी दुनिया लुटेंगी. इधर जिंदगी का जवानी पे मेरी सितम डाने वाले जरा सोच ले क्या कहेगा समाना. जवानी पे मेरी सितम डाने वाले जरा सोच ले क्या कहेगा समाना. इधर मेरे अरमा
कफन पहन लेंगे, उधर उनके हाथों में मेहंदी लगेगी, इधर मेरे अरमां कफन पहन लेंगे, उधर उनके हाथों में मेहंदी लगेगी। असल से मोहब्बत के दुश्मन है दुनिया, कभी दो दिलों को मिलने न देगी। असल से मोहब्बत के दुश्मन है दुनिया, कभी दो दिलों को मिलने न देगी, इधर मेरे दिल का जनासा उड़ेगा, उधर मेरे दिल भर की डोली सजेगी, इधर मेरे दिल का जनासा उड़ेगा, उधर मेरे दिल भर की डोली सजेगी, इधर जिंदगी का जनासा उड़ेगा, उधर जिंदगी उनकी दुल्हन बनेगी। क़यामत से पहले क़यामत से यारा, मेरे सामने मेरी दुनिया लुटेंगी, इधर जिंदगी का। ഇനി ഒരു കഥ കേൾക്കാം നമുക്ക്. സൂര്യഗായത്രി MS ആണ് കേട്ടോ പറയണേ. രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റായ ആയുഷ് ഷൈജു എഴുതിയ കഥ. മെസ്സേജുകൾക്ക് പറയാനുള്ളത്. തിരക്കേറിയ ഒരു അപ്പാർട്ട്മെൻറ്റിൽ തൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ നീല വെളിച്ചത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു രാഹുൽ. തനിക്ക് പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. രാത്രി ഫോണിൽ പണിത് ഏറെ വൈകിയാണ് കിടന്നത്. പിറ്റേന്ന് രാവിലെ 9:30 ഇൻ്റർവ്യൂ. രാഹുൽ എഴുന്നേറ്റത് 8 മണിക്കാണ്. ഇൻ്റർവ്യൂ നടക്കുന്നതാണെങ്കിലോ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10-15 കിലോമീറ്റർ അകലെയും. തിടുക്കത്തിൽ കുളിച്ച് ഉടുപ്പും മാറി പല്ലും തേച്ച് ഒരോട്ടം. ബസ്സിൽ എങ്ങനെയോ വലിഞ്ഞു കയറി. അപ്പോഴേക്കും അടുത്ത പ്രശ്നം ട്രാഫിക്. എങ്ങനെയോ 9:27 ഒക്കെ ആയപ്പോഴേക്കും ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് തിരിച്ച് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയ രാഹുൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചു. ഇന്ന് സമയം പോയത് ഫോൺ കാരണമല്ലേ? അവൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. നല്ല ക്ഷീണമായതുകൊണ്ട് അവൻ പോലും അറിയാതെ എപ്പോഴോ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു. താൻ വേറെ ഏതോ ഒരു ലോകത്ത്. ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിൽ നിന്നും താഴേക്ക് വഴുതി വീഴുകയായിരുന്നു. പർവ്വതങ്ങളുടെയും ഇടയിലൂടെ ഉരുണ്ട് മഞ്ഞുകട്ടകൾക്കൊപ്പം താഴേക്ക് അബോധത്തിൻ്റെ ശൂന്യതയിൽ നിന്ന് അലറിയും നിലവിളിച്ചും അവൻ വീണത് എവിടെയോ ആയിരുന്നു. പെട്ടെന്ന് അവൻ്റെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു പച്ച തല. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വാട്സപ്പ് ആണെന്ന് അവന് മനസ്സിലായി. വാട്സപ്പ് അവനോട് ചോദിച്ചു, നീ ഇന്നലെ രാത്രി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വൈകും വരെ ഇരുന്നിട്ടല്ലേ രാവിലെ ഇൻ്റർവ്യൂവിന് പോകാൻ താമസിച്ചത്? അവൻ തിരിച്ചൊന്നും മിണ്ടിയില്ല. അവന് നേരാണോ സ്വപ്നമാണോ എന്ന് പോലും മനസ്സിലായില്ല. വാട്സപ്പ് അവനെ കൊണ്ട് എങ്ങോട്ടോ പോയി. അവിടെ അവൻ കാണുന്നത് എല്ലാവരും മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുന്നതാണ്. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. എന്തിനും ഏതിനും റോബോട്ടുകൾ. ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അത്രയ്ക്കും മോശം കാലാവസ്ഥ. കറുത്തിരുണ്ട ആകാശം. ഭൂമിയിലെങ്ങും അന്ധകാരം. പച്ചപ്പും ഹരിതാപയും കാണുന്നില്ല. വാട്സപ്പ് പറഞ്ഞു, കുഞ്ഞേ, ഇതാണ് ഇപ്പോഴത്തെ ലോകം. നീ നോക്കൂ, എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമില്ല. ഭൂമിയുടെ അവസ്ഥ വളരെ മോശം. ലോകമെങ്ങും യുദ്ധം. ആകാശത്തു നോക്കിയാൽ ചീറിപ്പായുന്ന മിസൈലുകൾ കാണാൻ കഴിയും. വാട്സപ്പ് വീണ്ടും പറഞ്ഞു, മോനെ കുട്ടാ, വാട്സപ്പിൽ നിന്റെ കാമുകിക്ക് ഉമ്മ കൊടുക്കുന്ന സമയത്ത് പഠിക്കാൻ നോക്ക്. ഫോണിൽ പണിത് ജീവിതം കളയരുത്. ഇന്നു തന്നെ കഷ്ടിയല്ലേ നിനക്ക് ഇൻ്റർവ്യൂവിന് സമയത്തെത്താൻ സാധിച്ചത്? ഒരു 10 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിലോ? അതെ, മെസ്സേജുകൾക്ക് പറയാനുള്ളത് അതാണ്. ഇപ്പോൾ നീ നിന്റെ ഭാവിയുടെ കാര്യം നോക്ക്. നന്നായി പഠിച്ച് മിടുക്കനായി വരൂ.
ഇൻ്റർനെറ്റിൻ്റെയും മെസ്സേജുകളുടെയും ലോകത്തേക്ക് നമുക്ക് പിന്നീട് സഞ്ചരിക്കാം. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ധും! ആൻ്റപ്പൻ കട്ടിലിൽ നിന്നും താഴെ വീണു. അവൻ്റെ അമ്മ ഓടി വന്നു. ഇവൻ ഇന്നും കട്ടിലിൽ നിന്ന് വീണോ? എണീറ്റ് പോടാ. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. അവൻ കണ്ട രാഹുലും വലിയ നഗരവും ശാന്തിയുടെ ഗിരിശൃംഗങ്ങളുമെല്ലാം സ്വപ്നങ്ങളായിരുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് അവനെ ഉണർത്തിയ സ്വപ്നങ്ങൾ. അക്ഷിത ബൈജു പാടുന്ന ഒരു അടിപൊളി മാപ്പിളപ്പാട്ട് കേൾക്കാം. ഇശൽ ബിണ്ടൻ നബീർ റസൂൽ. രചന ഹംസ നരിക്ക. തങ്ക മധുര സേമാൽ തങ്ക മധുര സേമാൽ തങ്ക മധുര സമുദിയ പദവികൾ കസുറ ശങ്കയില്ല അതികുശിയ മികവുകൾ അസറ പങ്കിശമേ ചാതുർജഗമിലും ജികമിക വകപ്പുകിലകിലമേ പങ്കിശമേ ചാതുർജഗമിലും ജികമിക വകപ്പുകൾ അധികമേ ദുനിയാവി ദുനിയാവി സുഖം സോബറാവർ തിങ്കളകമ്പരമേ സകലം വകതൂക്കി സുഖം അകസുരലോകം ഇബ്നാസി ഇബ്നാസി അവർ ബജറാ നേര് തങ്കത്തന അലങ്കൃത അതിലതി പരമി മുന്തും ബൃന്ദം ബഹുമതി സുഹൃദമിക്കാരമി തങ്കത്തന അലങ്കൃത അതിലതി പരമി മുന്തും ബൃന്ദം ബഹുമതി സുഹൃദമിക്കാരമി ചൊങ്കൽ കാതൃ മാതൃവത്തൽ വളർന്നളർന്നിലമി തങ്ക മധുര സേമാൽ തങ്ക മധുര സേമാൽ തങ്ക മധുര സമുദിയ പദവികൾ കസുറ ശങ്കയില്ല അതികുശിയ മികവുകൾ അസറ ശങ്കിക്ക ബന്നം ഭയതാതിൽ താനം ജലസ ലംഘിക്ക ഉന്നം ലൗവത്താമൽ മാനം ഫുറുസ ഒത്തുമിയത്തതിലെത്തിയെത്തിര സത്യമുത്തരോൾ സൂത്തര കോർത്തുമിക്കരും തക്കമിക്ക പക്കല നോക്കി നിൽക്കുമാ ഹക്കര ഇട്ടുറ്റകമിഴ് സുകല മറ്റാലി ബസിലഹര ഇല്ലന എണയതു നയകരം കൊള്ളാൻ ചെന്നന് ബനിയര തലവര ചൊല്ലത് എളിമതൻ അകമയിൽ പൊളിമ ബിള്ളുമെ കുറക്കറം വേറ നിറ മഹിമ കൊള്ളുവൻ ഇവനിലും ഒരു പര ബഹുമ ബഹുമാ ഓമർ രണ്ടാമൻ കൊണ്ടാ കഥകൾ ബിണ്ടേ തങ്ക മധുര സേമാൽ തങ്ക മധുര സേമാൽ തങ്ക മധുര സമുദിയ പദവികൾ കസുറ ശങ്കയില്ല അതികുശിയ മികവുകൾ അസറ സുങ്കുളർ സഹിയാരി കാതില്ലവർ ജിഹമ കങ്കണ പണ്ടം കൊണ്ടാൽ കൊള്ളെ തള്ളും ജിഗമ വെച്ചുറച്ചിത് ഇച്ച മെച്ചമാറേക്ക് മോക്ഷവും മെച്ചമായി ബാത്ത് സച്ചത് ദുച്ചി പെച്ചതായി പെച്ചൊളിച്ചത് പച്ചയാൽ പയ്യിൽ തൊട്ട ഗനിമത്താലേ കയ്യിൽ തട്ടിയ ജപത്താലേ അജബുട ഗതകളെ ഫരണമി തമ്മിൽ അവരുടെ ഗുണസഖി അഹമിലഹം അലമതിലമരതിൽ അഖിലമിസൂകിൽ വിലമതി സമയമ അതുവിതുകരിതം കവിശിച്ചു അഭിസിനോ ഉദക്കമോ സമത സമതോണുടക്കം കൊണ്ടേ പൂണ്ടാമീറുപ്പണ്ടേ തങ്ക മധുര സേമാൽ തങ്ക മധുര സേമാൽ തങ്ക മധുര സമുദിയ പദവികൾ കസുറ ശങ്കയില്ല അതികുശിയ മികവുകൾ അസറ. ഇനിയൊരു ഗ്രൂപ്പ് സോങ് ആയാലോ? ആൻസിയ ജോഷി, അക്ഷിത ബൈജു, ദിയ ദിനു, മിൽക്ക മനോജ്, ഏഞ്ചൽ മരിയ സജി, ജ്യോതിലക്ഷ്മി ജി നായർ, റോസ് മരിയ, അനുശ്രീ സുനിൽ ഇവരാണ് കേട്ടോ പാടണേ. അതോടെ ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാവേ.
ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ, പൊന്നണിഞ്ഞ വയലുകളും, കടലല ഉമ്മ വയ്ക്കും എൻ്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ, പൊന്നണിഞ്ഞ വയലുകളും, കടലല ഉമ്മ വയ്ക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ഓ ഓ തന്നാനോ 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 തന്നാനോ. പുഞ്ചവയൽ പാടങ്ങൾ കതിരണിയും കാലത്ത്, പെണ്ണാൾ കൊയ്ത്തരി വാളുമെന്തി നിരന്നു നീങ്ങുന്നു. പുഞ്ചവയൽ പാടങ്ങൾ കതിരണിയും കാലത്ത്, പെണ്ണാൾ കൊയ്ത്തരി വാളുമെന്തി നിരന്നു നീങ്ങുന്നു. മലനാടും സഹികളും തിരയും തീരവും ഒന്നു ചേർന്നു കൈകൾ കോർക്കും എൻ്റെ കേരളം. മലനാടും സഹികളും തിരയും തീരവും ഒന്നു ചേർന്നു കൈകൾ കോർക്കും എൻ്റെ കേരളം. ഓ ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. തന്താനോ 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 തന്താനോ. ഓ ഓ മാവേലി തമ്പുരാൻ എഴുന്നള്ളും നാടിത്, കേരം തേൻകുട താലവുമെന്തി നിരന്നു നീങ്ങുന്നു. മാവേലി തമ്പുരാൻ എഴുന്നള്ളും നാടിത്, കേരം തേൻകുട താലവുമെന്തി നിരന്നു നീങ്ങുന്നു. പേരാറും സഹികളും ഒഴുകും നാടിത്, എല്ലാവർക്കും ഒരുമ നേരും എൻ്റെ കേരളം. പേരാറും സഹികളും ഒഴുകും നാടിത്, എല്ലാവർക്കും ഒരുമ നേരും എൻ്റെ കേരളം. ഓ ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. അപ്പം അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? പുറം പച്ചക്കുഴൽ, അകം വെള്ളിത്തകിട്. ഇതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? മുള. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പം ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കണം. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതിക്കോട്ടോ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം 685613. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഷാൻചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.